ഇതാണ് പെർത്ത്, ഓസ്ട്രേലിയൻ മണ്ണിലെ ഒരു മഹത്തായ സിറ്റി. എല്ലാ രാജ്യത്തെ പോലെയും ഇവിടെയും ഒരുപാട് മലയാളി മണ്ണിൻ്റെ സ്വന്തം കൂട്ടുകാർ. അവർക്കിടയിലെ തിരക്കുള്ള ജീവിതം, സന്തോഷം, സങ്കടം, അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ. ജീവിതത്തിലെ ബന്ധങ്ങളും ബന്ധനങ്ങളും എപ്പോഴും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കെല്ലാവർക്കും സങ്കടങ്ങളും സന്തോഷങ്ങളും തന്നിട്ടുണ്ടാകും. അനുഭവങ്ങളില്ലാത്ത മനുഷ്യരില്ല. ജീവിതത്തിലെ കൈപ്പേറിയതും മധുരമേറിയതുമായ എ റിയൽ സെൻസ് ഓഫ് ലൈഫ്. Good morning, young man. Very good morning. അങ്കിൾ എന്നാ തിരിച്ചു പോകുന്നത്? ഒരാഴ്ച കൂടിയുണ്ട്. ആ പിന്നെ എന്തായി? ഞങ്ങളുടെ ഓസ്ട്രേലിയൊക്കെ ഇഷ്ടമായോ? കൊള്ളാം കേട്ടോ. സണ്ണിക്കുട്ടി ഒരു വിസിറ്റിംഗ് വിസയുടെ കാശ് മുടക്കിയാൽ എന്നാ, എനിക്കിനി ചാവോളം പറയാനുള്ള വിശേഷങ്ങളായി. കാഞ്ഞിരപ്പള്ളിക്കാരുടെ ഒരു ഭാഗ്യേ. അതെന്താ? ഇതുവരെ പട്ടാളക്കഥകൾ പറഞ്ഞാണ് ഞാൻ അവരെ വധിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ അവർക്ക് ഓസ്ട്രേലിയൻ കഥകൾ കേൾക്കാലോ. രവി എന്നും ഇവിടെ ജോഗിന് വരാറുണ്ടോ? ആ, ഒരു 4-5 വർഷമായി. 5 വർഷോ? അതിനു മുമ്പ് ആരോഗ്യം നോക്കണമെന്ന ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അതെന്നാ പറ്റി? അതൊക്കെ ഒരു കഥയാ. പുറത്ത് പറയാൻ പറ്റാവുന്ന കഥകൾ വല്ലതും ആണോടാവേ? എല്ലാവരും കേൾക്കേണ്ട കഥ തന്നെയാ, പ്രത്യേകിച്ച് പ്രവാസികളായി വരുന്ന എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാർ. 6 വർഷം മുന്നേ ഞാൻ ഈ ഓസ്ട്രേലിയയിൽ വരുന്നത്. ഇതുപോലുള്ളൊരു ഡിസംബർ മാസം. പറഞ്ഞു തുടങ്ങിയാണെങ്കിൽ അവന്മാരിൽ നിന്ന് തന്നെ തുടങ്ങണം. എബിയും ജിത്തുവും പിന്നെ അമ്മ. ആഹാ, വന്നല്ലോ പുണ്യാളന്മാര്. എന്താണ് നിനക്കൊരു പുച്ഛം? ഹേയ്, ഒന്നുമില്ല. നിങ്ങളില്ലെങ്കിൽ പാവ എൻ്റെ രവിയേട്ടൻ നന്നായി പോയനേന്ന് പറഞ്ഞതാ. ഓ അത് ശരി. അവനെവിടെ ചുമ്മാ ചോറിക്കുത്തണ്ടല്ലോ വിചാരിച്ച് നമ്മുടെ ചില മനുഷ്യത്തെ കാണിക്കാൻ വന്നപ്പോൾ അതൊരു തെറ്റായി. കൊള്ളാം. മോനെ എബിക്കുട്ടാ, ഈ മനുഷ്യത്വം പറഞ്ഞ സാധനം പബ്ബില് മാത്രമേ കിട്ടുള്ളൂ. അല്ല, അത് ചമ്മണ്ട, കേറി വാ. അതെ, ഈ മനുഷ്യത്വം പറഞ്ഞ സാധനം രവിയേട്ടന് കുറച്ച് കൂടുതലാ. അതുകൊണ്ട് 2 പെഗ് കൂടുതൽ കൊടുത്തേക്കരുത്. മനുഷ്യത്വം ഓവറായിപ്പോ, കേട്ടല്ലോ? ഇവന് ഇവിടെ പോയി കിടക്ക, കുടിക്കാൻ വല്ല ഉണ്ടാവും. കുടിക്കാൻ വല്ല വരുമോ? ആ ഇതാ വന്നല്ലോ കോമളാങ്ക. എന്താ പ്രശ്നം? ഒന്നുമില്ല രവിയേട്ടാ, ഞാൻ ഇവന്മാരൊന്ന് ഉപദേശിക്കായിരുന്നു. ആ അത് വേണം, അത് വേണം. നിന്നെ പോലെ ഓരോന്നേ ഇവന്മാരുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിലേ ഇവന്മാരെന്നെ നന്നായനെ. മോനെ രവിക്കുട്ടാ, നീ ഓവറാക്കല്ലേ. നീ വന്നേ, നമുക്ക് പോവാം. ഓ എന്നാ വാ.
രവിയേട്ടനൊന്ന് നിന്നേ. എന്നും ഓസിന് കുടിക്കുന്നതല്ലേ, ഇന്നീ കാർഡ് വെച്ചോ. പിന്നൊരു കാര്യം, ഞങ്ങൾ രണ്ടാളും ഉറങ്ങുന്ന മുമ്പ് വന്നേക്കണേ. 2 പേരോ? ജൂനിയർ രവിയുടെ കാര്യം പറഞ്ഞതാ. നീ വാ. ഒന്നും അറിയില്ല. Cheers. ഇവൻ രവി ആരാണെന്ന് പറഞ്ഞ കോളേജ് ക്യാമ്പസിലെ ഹീറോ, മണ്ണാങ്കട്ട. എന്താടാ, നിനക്ക് സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ടടാ. നീ എന്തൊക്കെ പറഞ്ഞ? ഒരു ദിവസം ഒരു ഗേൾഫ്രണ്ട് ആണെങ്കിൽ വേറെ ദിവസം വേറൊന്ന്. ഇവൻ ആരാ? കാസിനോവയാ? ഞങ്ങളിത് വിശ്വസിക്കത്തില്ലടാ. ലൈഫ് എൻജോയ് ആയിട്ടുള്ള ഒരുത്തനും ഒരു സുപ്രഭാതത്തിൽ ഒരു പുണ്യാളാൻ പറ്റില്ലടാ. കാര്യം പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടി എന്ന് പറയാറുണ്ട്. നിന്നെപ്പോലെ ഡീസൻ്റ് ആവുന്ന വെച്ചാ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. കവിതയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കല്യാണത്തിന് മുന്നേയുള്ള രവിയേട്ടനും അതിനുശേഷമുള്ള രവിയേട്ടനും രണ്ടും രണ്ടാണെന്ന്. നീ കാര്യം പറയേ. ഇവിടെയുള്ള പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സ് ഒന്നും ശരിയില്ലേ ചേച്ചി? പക്ഷെ അതിന് രവി അങ്ങനെയല്ലല്ലോ. ശരിയായിരിക്കാം, പക്ഷേ ഞാൻ രവിയേട്ടനൊരു ബാധ്യതയാവുന്നുണ്ടോ എന്നൊരു സംശയം. ഇന്നലെ രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? ഇല്ല, പക്ഷേ നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നു. അബോധാവസ്ഥയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതാ എനിക്കൊരു സംശയം. ചേച്ചിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ ചേച്ചി? അതായത് രവി പഴയിൽ നിന്നും ഒട്ടും മാറിയിട്ടില്ലെന്ന് നീ സംശയിക്കുന്നു അല്ലേ? അതെ. നീ വിഷമിക്കണ്ട മോളെ, നമുക്ക് ശരിയാക്കാന്നേ. ചേച്ചി എപ്പോ വന്നേ? ഞാൻ കുറെ നേരമായി വന്നിട്ടെന്നേ. ഞാൻ പോകാൻ ഇറങ്ങിയായിരുന്നു. ഇവിടെ അനു തന്നെയല്ലേ ഉള്ളൂ. രവിയേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ രവിയേട്ടൻ പിണങ്ങോ? നീ കാര്യം പറയാനോ? എനിക്ക് സിഡ്നിയിൽ ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട്. രവിയേട്ടൻ നാളെ രാവിലെ എന്നെ ഒന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യോ? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റില്ലേ? കമ്പനിക്കാരിയല്ലേ, ഞാനെല്ലാം കവിതച്ചോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നാലും ഞാനെങ്ങനെ ഇവിടെ തനിച്ച്? എന്താ രവിയേട്ടാ ഇത്, കൊച്ചുകുട്ടികളെ പോലെ? ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ ശരി ശരി, ഓക്കെ. ഡാ, നാളെ എല്ലാവരും പബ്ബിലേക്ക് വാ.
രവി ആരാന്ന് കാണിച്ചു തരാം. എടാ എബി, നീ ആ ജിത്തുവിനെയും നന്ദിനെയും കൂട്ടി വാ, പബ്ബിലേക്ക് വാ. ആ, അവിടെ കാണാം. കുറെ നാളായി അവൻ്റെ ഒക്കെ. എന്താടാ രവി, പതിവില്ലാത്തൊരു സന്തോഷം. മോനെ എബിക്കുട്ട, എവരി ഡോഗ് ഹാസ് എ ഡേ. ഒരു ദിവസമല്ല, ഒരാഴ്ചത്തെ പരോൾ. പരോളോ? ആ, ഒരാഴ്ചത്തേക്ക് അനു സിഡ്നിക്ക് പോയി. കോളടിച്ചല്ലോ മോനെ. എന്താടാ സംശയം? കാണോ? ഞാൻ കാണിച്ചു തരാം ഈ രവി ആരാന്ന്. ഐ വിൽ പ്രൂവ് ഇറ്റ്. പിന്നെ നീ കുറെ Excuse me. You look very pretty today. Do you like to come with me? Why not? If you have enough money. Money is not problem. I will spend everything for you today. Okay, let's go. പാണി പാളിയല്ലോടാ. വിട്ടോ നീ ഇവിടെ നിൽക്കണ്ട.
Figaro? Have you seen Pluto? A driver has gone on a deadly rampage, running cars off a southwest highway before killing an innocent woman in a fiery crash. Every moment of the erratic and shockingly deliberate act was caught on camera by terrified witnesses who risked their own lives to help. And a warning, the following vision is confronting. 2 hours drive south of Perth. 2 young men and a woman cannot believe what they are seeing. Yeah, man, he's gonna kill someone. Someone's having a bad day. The trio following call police. They watch as the Land Cruiser skids off the road several times. The driver crosses the highway repeatedly and aims the car directly at oncoming traffic. ഹലോ എടാ ജിത്തു ദിവ്യാണോ? നീ എവിടെയാണ് വിളിക്കുന്നത്? ഞാനിവിടെ ഒരു പബ്ലിക് ബൂത്തിൽ നിന്ന് വിളിക്കാം. എടാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലടാ. നീ വേഗം പോലീസിൽ സറണ്ടർ ആവും. അതാ നിനക്ക് നല്ലത്. ഇനി മേലാൽ എന്നെ വിളിച്ചേക്കരുത്. പോലീസ് ട്രാക്ക് ചെയ്യും. ഓക്കെ? ഹലോ Is called. The 61-year-old female driver in the white SUV died. നമ്മളൊക്കെ ഓസ്ട്രേലിയയിൽ വന്നത് 10 കാശുണ്ടാക്കാനാണ്, അല്ലാതെ ഇവന്മാരെ പോലെ എമ്മാടിത്തരം കാണിക്കാനല്ല. ഇവന്മാരൊക്കെ അകത്ത് കിടക്കണം, എന്നാലേ പഠിക്കുള്ളൂ. നിങ്ങളുടെ അഭിനയൊന്നും എന്നോട് വേണ്ട. ഇനി എന്ത് വന്നാലും സ്വയം അങ്ങ് അനുഭവിച്ചാൽ മതി. He went through the Slauson and our qualifier has slashed our field from 20 to 12. എടി ഫോൺ റിങ് എന്ന് കേട്ടൂടെ? ആരാണ് നോക്കിയേ? ജിത്തുവിന്റെ കോളാ. ഒന്നിങ്ങോട്ട് എടുത്തേ. ഓക്കെ, സ്പീക്കറിൽ വെച്ചേ. ഡാ പറയടാ. ന്യൂസ് കണ്ടായിരുന്നോ? ആ ആക്സിഡന്റ് ന്യൂസാണ്. എടാ എടാ ജിത്തു, ഞാൻ തിരിച്ചു വിളിക്കാം. വേണ്ട വേണ്ട വേണ്ട, കുറച്ച് കാലത്തേക്ക് എന്നെ ആരും വിളിക്കണ്ട. ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ കൂടെ കൊണ്ടു നടന്നതല്ലേ, ഇപ്പൊ എന്റെ ആള്. എന്റെ സാന്ദ്രേ, നമ്മൾ ഒരുമിച്ച് പബ്ബിൽ പോകാനുണ്ട് നേരാ എന്ന് കരുതി കണ്ട പെമ്പിളർ പുറം പോകാനൊന്നും ഈ എബിയെ കിട്ടത്തില്ല. ഞാൻ ടൈപ്പല്ല. ആ പിന്നൊരു കാര്യം, പോലീസ് എങ്ങാനും എബിയെ തിരക്കി ഇവിടെ വന്നാ എന്റെ മറ്റൊരു മുഖം എബിമോൻ കാണേണ്ടി വരും. സാന്ദ്രേ നിക്കടേ അവിടെ. അല്ലേ വേട്ട, ഞാൻ അങ്ങോട്ട് വരാം. എടി നീ എടി പണങ്ങല്ലേ. പ്രശ്നാവോ ഇത്? ഏയ് എനിക്കെന്ത് പ്രശ്നം? എന്നാലും ഇതൊരു പ്രശ്നമാകും. ഹലോ. ആ എബി, എബി ഇത് ഞാനാടാ. ഹലോ, മനസ്സിലായില്ല. എടാ ഞാനാ രവി. എന്ത് രവി? ഏത് രവി? വച്ചിട്ട് പോടാ. എബി എടാ എബി
ഏയ് ആരപ്പോൾ ഫോൺ വിളിക്കുന്നു? അതെ, ആ വണ്ടി ഒന്ന് നിർത്തിക്കേ. ഫോൺ വരുന്നത് കണ്ടില്ലേ? വണ്ടി നിർത്ത്. ആ, അങ്ങോട്ട് നിർത്തിക്കേ. ഹലോ, ഇത് നന്ദനല്ലേ? എടാ ഫോൺ കട്ട് ചെയ്യരുത് പ്ലീസ്. എടാ ഞാനാ രവി. സോറി, വാങ്ങുന്നു നന്ദ. ആര്? കൂട്ടുകാരനായിരിക്കും അല്ലേ? ഇതേ മനുഷ്യ, എന്നെയും മക്കളെയും നാട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് നിങ്ങൾ കൂട്ടുകാരൻ്റെ കൂടെ ജയിലിലേക്ക് എവിടേക്കാന്ന് വെച്ചാൽ പോയിക്കോ. എടേ, എനിക്ക് അവനായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല. അജിത്തും നബിക്ക് അവനായിട്ട് കണക്ഷൻ. കാഴ്ചയില്ലാത്തത്. എല്ലാം തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് അനു നിന്നോട് ഞാൻ ചെയ്തത്. ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനെങ്കിലും ഞാൻ ഓർക്കണമായിരുന്നു. സോറി അനു, വെരി സോറി. ഹലോ രവി, സോറിടാ. നിനക്കറിയാലോ സാന്ദ്രയെ, അവളിപ്പോൾ പോയതേ ഉള്ളൂ. നീ ഒരു കാര്യം ഓർക്കണം, കാർ അനുവിൻ്റെ പേരിലല്ലേ? റെജോ എക്സ്പയർ ആയിട്ട് 3 മാസത്തല്ലേ നീ പറഞ്ഞത്? ഉറപ്പായിട്ടും അവളിലേക്കായിരിക്കും അന്വേഷണം പോവുക. എനിക്ക് തോന്നുന്നത് പ്രശ്നം കൂട്ടുകയുള്ളൂ. നീ ഒരു കാര്യം ചെയ്യും. എനിക്ക് പരിചയമുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, മിസ്റ്റർ മേനോൻ. അയാളെ കണ്ടിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിക്കോ. അതായിരിക്കും നല്ലത്. ഞാൻ ഡീറ്റെയിൽസൊക്കെ മെസ്സേജ് അയക്കാം. ഓക്കെ? G'day mate, how are you going? Yeah, good, thanks. Yep. Yes, it will be. Yes, at the district court. No worries, yes. No, leave it to me. I'll take care of that. Yep, alright, no worries. Yep, it'll be on the 22nd. Thank you. See you, cheers mate. Sir, signature. Signature?
ഇവിടെയാണോ? ഹിയർ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ആ കമ്പനിയുടെ കേസ് എന്തായി? ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. വിൽ മൂവ് ഇറ്റ് ടു നെക്സ്റ്റ് വീക്ക്. സാർ, മിസ്റ്റർ രവീന്ദ്രനെ കാണാൻ വന്നിട്ടുണ്ട്. സാറിന് അത്യാവശ്യമായി കാണണമെന്ന് പറയുന്നു. രവീന്ദ്രൻ? യെസ് സാർ, സംതിങ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. ഓക്കെ, സെൻഡ് ഹിം ഇൻ. ഹലോ മിസ്റ്റർ രവി, പ്ലീസ്. What can I do for you? സാർ, 2 ദിവസം മുമ്പ് സിറ്റിയിൽ വെച്ചൊരു കാർ ആക്സിഡൻറ്റിൽ ഒരു ലേഡി കൊല്ലപ്പെട്ടില്ലേ? അന്ന് ആ കാറിലുണ്ടായിരുന്നത് ഞാനായിരുന്നു. പോലീസിന് ഞാൻ ഇതുവരെ പിടികൊടുത്തിട്ടില്ല. പക്ഷേ സാറിനെ ഞാൻ കാണാൻ വന്നത് ആ കാറ് എൻ്റെ ഭാര്യ അനുവിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ അനുവിനും എൻ്റെ കുഞ്ഞിനും യാതൊരു കാരണവശാലും ജയിലിൽ പോകാൻ പാടില്ല. ഓക്കെ മിസ്റ്റർ രവി, സോ ഹൗ ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് യു? എന്ത് വില കൊടുത്തും സാർ അവരെ രക്ഷപ്പെടുത്തണം. എൻ്റെ അനുവിന് ഞാൻ ഇന്നേ വരെ വേദന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത്ര വലിയ തെറ്റുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ പോലും അവളുടെ സ്നേഹം മനസ്സിലാക്കാനോ അവളെ സ്നേഹിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എബിയും ജിത്തുമൊക്കെയുള്ള ഒരു ലോകം മാത്രമായിരുന്നു എൻ്റേത്. ഒന്നുറക്കെ പൊട്ടിക്കരയാ പോലും എനിക്ക് അർഹതയില്ല. ലുക്ക് മിസ്റ്റർ രവി, ഇന്നലെ തന്നെ ഈ കേസ് ക്ലോസ് ആയി. What do you mean, sir? കുറ്റവാളിയായ ഡ്രൈവറെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിസ് കേസ് ഹാസ് ബീൻ സെറ്റിൽഡ്. ഇനി ഇതിൽ നിങ്ങൾക്കോ എനിക്കോ ചെയ്യാനൊന്നുമില്ല. യു കെൻ ഗോ നൗ. ലുക്ക് മിസ്റ്റർ രവി, ഇനിയെങ്കിലും ഒരു നല്ല ഭർത്താവായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഭാര്യയും കുടുംബത്തിനെയും സ്നേഹിക്കാൻ പഠിക്കുക. ഫ്രണ്ട്സും ബാറും പബ്ബും ഒക്കെ വേണം, ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതിലുപരി ഒരു നല്ല കുടുംബജീവിതമാണ് നിങ്ങളുടെ ലക്ഷ്യമാവേണ്ടത്. അതാണ് മിസ്റ്റർ രവി ഇവിടെ പലർക്കും ഇല്ലാത്തത്. എനിവേ, വിഷ് യു ദ വെരി ബെസ്റ്റ്. നെറുകയിലൊരു വിരലേകും ചൂടും ചിറകുകളരുളിയ തൂവൽ കൂടും നിഴലുകൾ എഴുതിയ രൂപം പോലെ മായവേ. ഇനിയൊരു പുലരുളി വീഴും നാളെ പുതുമഴയുടെ വിരലോടും മെല്ലെ ഇരുമനമിനി നിറമേഴും ചൂടും മാലേ. എന്താ രവിയേട്ടാ, എത്ര നേരമായി ഞാൻ ഫോൺ വിളിക്കുന്നു. വിളിച്ചിട്ടെടുക്കാത്തപ്പം ഞാൻ എയർപോർട്ടിൽ നിന്ന് ടാക്സി പിടിച്ചിങ്ങ് പോന്നു. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ ഇവിടെ പരിപാടി? അല്ല, അത് ഞാൻ രവിയേട്ടന് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. രവിയേട്ടന് ഇഷ്ടാവും. ഒരെണ്ണം എടുത്ത് കത്തിച്ചു നോക്കാം. പിന്നെ സിഗരറ്റ് വലിയ അത്ര നല്ലതൊന്നല്ല. സൂക്ഷിച്ചില്ലെങ്കിൽ ജീവിതത്തിനും മറക്കണ്ട.
താൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആ വീഡിയോസ് പോലീസിന് കൊടുത്തത് വേറെ ആരുമല്ല, തൻ്റെ അനു തന്നെ ആയിരിക്കും. എന്തോ ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ പോയിട്ടില്ല. കാരണം ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നതന്നെ നല്ലത്. അതൊക്കെ പോട്ടെ, അനു ഇപ്പം എവിടെയുണ്ട്?